ഇപ്പോൾ നെടുങ്കണ്ടം വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകുകയാണ്. അതിലേക്ക് ശരിയാണ് സർ, പക്ഷേ അവരാണ് പരാതി കൊടുത്തത്. അവരെ പോലീസ് സ്വാധീനിച്ച് പരാതി എഴുതിച്ചതാണോ, പോലീസിന്റെ ഭാഗമായി പരാതി നൽകുന്ന നിലയാണോ ഉണ്ടായിട്ടുള്ളത്? അതെല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ ഭാഗമായി എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. സർ, ഇവിടെ പോലീസിന് ചേരാത്ത എന്തെങ്കിലും പണി എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അലമാരയിൽ നിന്ന് പണം കണ്ടപ്പോൾ ആ പണം എടുത്തു പോയി എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കർക്കശമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. അതിനിയും സ്വീകരിക്കുകയും ചെയ്യും. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് തെറ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആകെ ന്യായീകരിച്ചൊരു കാലമുണ്ടായിരുന്നു. അത് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഈ സർക്കാർ തുടരില്ല. ശക്തമായ നടപടി ഇത്തരം ആളുകൾക്ക് നേരെ. പക്ഷേ സ്വാഭാവികമായും അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നിഗമനങ്ങൾ വരണം. അതിനെ തുടർന്ന് കർക്കശമായ നടപടികളിലേക്ക് കടക്കും. ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇത് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഈ അവസരം ലഭിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം ഇതിലില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ലോക്കപ്പിൽ വെച്ച് ഉരുട്ടിക്കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ആരും സർവീസിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി അവസാനമായി പറഞ്ഞത്. സർ, വരാപ്പുഴയിലെ ശ്രീജിത്തിനെ ഇതുപോലെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ലോക്കപ്പിൽ വെച്ച് ഭീകരമായി മർദ്ദിച്ചു കൊന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ സർവീസിൽ തന്നെ ഉണ്ട് എന്ന കാര്യം അങ്ങ് മറക്കരുത്. അതിന് നേതൃത്വം കൊടുത്ത റൂറൽ SP അങ്ങ് DIG ആയി പ്രൊമോട്ട് ചെയ്ത് കാലിക്കറ്റ് സിറ്റി കമ്മീഷണറായി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ സർവീസിൽ തന്നെ ഉണ്ട്. CI ഉണ്ട്, SI ഉണ്ട്, പോലീസുകാരുണ്ട്. അപ്പോ ടൈഗർ ഫോഴ്സിൽപ്പെട്ട ഒരാള് പേരെ നടപടി ഉണ്ടായിട്ടില്ല. ഇത്രയും ഭീകരമായ ഒരു ഉരുട്ടി കൊലപാതകം അങ്ങ് ഭരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലാണ് ഉണ്ടായത്. ഇങ്ങനെ ഉരുട്ടി കൊലപാതകങ്ങൾ നടന്ന കാലഘട്ടത്തിൽ അതിനെതിരെ നെടുങ്കണ്ടം വിഷയത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുകയായിരുന്നു. അന്വേഷണം ഗൗരവകരമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. തല്ലലും കൊല്ലലും ലോക്കപ്പിൽ അനുവദിക്കില്ല. ഈ ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ട 2108 ഡ്രൈവർമാരെ കരാർ പുതുക്കി പുനഃക്രമീകരിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു. കോടതി ഉത്തരവ് മാനിച്ചുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. 179 ദിവസത്തിലധികം കരാർ ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കരുത് എന്നതായിരുന്നു കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ഇവരുടെ കരാർ പുതുക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ പുതുക്കി ഇവരെ പുനഃസ്ഥാപിക്കാൻ KSRTC തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2108 ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതോടെയാണ് KSRTC സർവീസുകൾ അവതാളത്തിലായത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി പല ജില്ലകളിലും ഡ്രൈവർമാരെ നിയമിച്ചിരുന്നുവെങ്കിലും പ്രതിസന്ധി പൂർണ്ണമായും തരണം ചെയ്യാൻ KSRTCക്ക് ആകാത്ത സാഹചര്യത്തിലാണ് പുറത്താക്കിയ ഡ്രൈവർമാരെ പുതിയ കരാറിൽ പുനഃസ്ഥാപിക്കാൻ KSRTC അധികൃതർ തീരുമാനിച്ചത്. 179 ദിവസത്തിലധികം കരാർ ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കാനാകില്ലെന്നതാണ് 2108 ഡ്രൈവർമാരെ പുറത്താക്കാനുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇവർക്ക് കരാർ പുതുക്കി നൽകുന്നതിൽ കോടതി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പുറത്താക്കിയവരെ പുതിയ കരാറിൽ നിയമിക്കുന്നതിൽ നിയമതടസ്സമില്ലെന്നതാണ് KSRTCക്ക് ലഭിച്ച നിയമോപദേശം. കോടതി ഉത്തരവിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് ഉദ്ദേശമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി ഗതാഗത സെക്രട്ടറിയോട് യോഗം വിളിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിസന്ധി താൽക്കാലികമാണെന്നും പ്രശ്നം 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുമെന്നും KSRTC MDയും വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഡിപ്പോകളിലായി 100-ലധികം സർവീസുകളായാണ് പ്രതിസന്ധി ഇന്ന് ബാധിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്ന് മന്ത്രി EP ജയരാജൻ. രാഷ്ട്രീയ വിരോധം നിമിത്തം കുറ്റവാളിയായി പ്രഖ്യാപിച്ചാൽ ഒരാൾ കുറ്റക്കാരനാകില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും EP ജയരാജൻ. സർ, ആന്തൂരിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കൊരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ പറ്റില്ല.
സർ, അതിന് വിശദമായ അന്വേഷണങ്ങൾ വേണം. നമ്മളൊരാളെ കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ മുമ്പിൽ എന്ത് തെളിവാണുള്ളത്? സർ, അത് പരിശോധിക്കട്ടെ. അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇതുവരെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ഇതുവരെ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. രാഷ്ട്രീയമായ വിദ്വേഷത്തിന്റെയും പകയുടെയും ഭാഗമായി ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിച്ച് പ്രചരിപ്പിച്ചത് കൊണ്ടൊന്നും ഒരാൾ കുറ്റവാളിയാകില്ല. കസാഖ്സ്ഥാനിലെ ടെങ്കിസ് എണ്ണപ്പാടത്ത് കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള 150 ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് എംബസിയോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച ചിത്രത്തെ ചൊല്ലി കസാഖിസ്ഥാനിലെ ടെങ്കിസ് എണ്ണപ്പാടത്തെ തൊഴിലാളികൾ ഏറ്റുമുട്ടിയതോടെയാണ് സംഘർഷമുണ്ടായത്. തൊഴിലാളി സംഘർഷങ്ങളെ തുടർന്ന് കസാഖിസ്ഥാനിലെ ടെങ്കിസിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരല്ലെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പുറത്തുവന്നിരുന്നു. എന്നാൽ എണ്ണപ്പാടത്ത് കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള 150 ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതോടെയാണ് ആശങ്ക നിറഞ്ഞ വാർത്തകൾക്ക് അറുതി വന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്ന് തൊഴിലാളികളെ ഹോട്ടലുകളിലേക്ക് മാറ്റി. കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ടെങ്കിസിൽ ശനിയാഴ്ച രാവിലെയാണ് സംഘർഷം തുടങ്ങിയത്. വേതനക്കുറവിനെ ചൊല്ലി തദ്ദേശീയരുടെ പ്രതിഷേധം എണ്ണപ്പാടത്ത് നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലബനൻകാരനായ ലോജിസ്റ്റിക് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ചിത്രമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. ചിത്രം തങ്ങളെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സംഘടിച്ച തദ്ദേശീയർ വിദേശ തൊഴിലാളികൾക്ക് നേരെ ആക്രമണം തുടങ്ങി. സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിട്ടും ഇത് നിയന്ത്രിക്കാനായില്ല. വിദേശികളെ പുറത്തെത്തിക്കാൻ വാഹനം എത്തിച്ചെങ്കിലും തദ്ദേശീയർ കല്ലെറിഞ്ഞു. പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുടെ നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. എണ്ണപ്പാടത്തിന് സമീപത്തെ ഹോട്ടലുകളിലാണ് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കഴിയുന്നത്. പ്രധാന പട്ടണത്തിലേക്ക് റോഡ് മാർഗം എത്താൻ 300-ലേറെ കിലോമീറ്റർ താണ്ടണം. സംഘർഷം ശമിക്കാതെ പുറത്തെത്തുന്നത് സുരക്ഷിതമല്ലെന്നാണ് കസാഖിസ്ഥാൻ ഇന്ത്യൻ എംബസിയെ അറിയിച്ചത്. ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം നോർക്ക റൂട്ട്സും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു. മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് എംബസിയോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. പാഞ്ചാലിമേട്ടിലെ കുരിശും ക്ഷേത്രവും സർക്കാർ ഭൂമിയിലെന്ന് സർക്കാർ. 1976 മിച്ചഭൂമിയായി ഏറ്റെടുത്തതാണ് സ്ഥലം. ഏറ്റെടുക്കുമ്പോൾ സ്ഥലത്ത് കുരിശോ ക്ഷേത്രമോ ഉണ്ടായിരുന്നില്ലെന്നും ആകെ ഉണ്ടായിരുന്നത് തൊഴുത്തും ശുചിമുറിയും മാത്രമാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, സർക്കാർ എന്താണ് പറയുന്നത്? അതായത് ഇടുക്കി ജില്ലയിലെ പെരുവന്താനം വില്ലേജിൽ ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളി അധികൃതർ ചില കുരിശുകൾ സ്ഥാപിച്ചുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതാണ് ഇപ്പോൾ കോടതിയിലെത്തിയതും കോടതി അക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതും. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഈ പ്രസ്തുത ഭൂമിയിൽ നിന്ന് കുരിശ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെരുവന്താനം വില്ലേജ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സൈന്ധവ സംഘടനകളുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഈ ഭൂമിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന് കോടതി അറിയിക്കാൻ സർക്കാരിനോട്, അതല്ലെങ്കിൽ ആരുടെ ഉടമസ്ഥതയിലാണ് ഭൂമി എന്ന വിവരം അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതായത് രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നത് ഒരു കൂട്ടർ ദേവസ്വം ഭൂമിയാണെന്നും ഒരു കൂട്ടർ പള്ളിവക ഭൂമിയാണെന്നും ഒക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി സർക്കാരിനോട് ഇതാരുടെ ഭൂമിയാണ് എന്നറിയിക്കാൻ നിർദ്ദേശിച്ചത്. അതിനനുസരിച്ചാണ് സർക്കാർ ഇപ്പോൾ കോടതിയിൽ നിർണായകമായി വിവരം കൈമാറിയിരിക്കുന്നത്. അതായത് ഇത് ക്ഷേത്രഭൂമിയുമല്ല, പള്ളിയുടെ ഭൂമിയുമല്ല, ഇത് സർക്കാർ ഭൂമി തന്നെയാണ്. അതായത് 1976 മിച്ച ഭൂമിയായി ഏറ്റെടുത്ത 145 ഏക്കർ സ്ഥലത്ത് ഉൾപ്പെടുന്നതാണ് ഈ ഭൂമി. 1976 ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവിടെ കുരിശുമുണ്ടായിരുന്നില്ല, ക്ഷേത്രവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ ഉണ്ടായിരുന്നത് 2 ശുചിമുറികളും ഒരു തൊഴുത്തും മാത്രമാണ് എന്നുള്ളതാണ്. സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം അത് വഞ്ഞിപ്പുറം മഠത്തിൻ്റെതായിരുന്നു അന്ന്. അത് മിച്ചഭൂമി ഭൂപരിഷ്കരണ നിയമപ്രകാരം മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അത് സർക്കാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അന്ന് ഏറ്റെടുക്കുമ്പോൾ ആ പ്രസ്തുത സ്ഥലത്ത് ക്ഷേത്രമോ പള്ളിയോ കുരിശോ ഉണ്ടായിരുന്നില്ല എന്ന് സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഈ ഹർജിക്കാരുടെ അവകാശവാദം അന്ന് വഞ്ഞിപ്പുറം മഠത്തിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുത്തപ്പോൾ 22 ഏക്കർ ഭൂമി ദേവസ്വത്തിന് കൈമാറിയിരുന്നു എന്നായിരുന്നു ഈ ഹർജിക്കാരുടെ വാദം. അതും പരിഗണിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു സത്യവാങ്മൂലമായാണ് സമർപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന എല്ലാ കൂട്ടരും,
അത് ദേവസ്വമാണെങ്കിലും പള്ളി അധികാരികളാണെങ്കിലും അവരുടെ അവകാശം സ്ഥാപിക്കുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് ഇത് സർക്കാർ ഭൂമി തന്നെയാണ്. 76-ൽ മിച്ചഭൂമിയായി ഏറ്റെടുക്കുമ്പോൾ ഇത് ഇവിടെ കുരിശോ ക്ഷേത്രമോ ഉണ്ടായിരുന്നില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ശരി, വിശദാംശങ്ങളാണ് സാലി നൽകിയത്. കസാഖ്സ്ഥാനിലെ സംഘർഷ സ്ഥലത്ത് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക അധികൃതർ കസാഖ്സ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കസാഖ്സ്ഥാനിലെ ടെങ്കിസ് എണ്ണപ്പാടത്ത് 150 ഇന്ത്യക്കാരാണ് കുടുങ്ങിയിരിക്കുന്നത്. അധ്യക്ഷ പദവിയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ രാഹുൽ ഗാന്ധിയുമായി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. അതേസമയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി നേതാക്കളുടെ കൂട്ടരാജി തുടരുകയാണ്. അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിമാരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടതോടെ മുഖ്യമന്ത്രിമാരുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്താൻ നേരത്തെ തയ്യാറായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ചേർന്ന പ്രവർത്തക സമിതിയിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് എന്നിവരോട് രാഹുൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. മുതിർന്ന നേതാക്കൾ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രചാരണം നടത്തിയതെന്നും ഇവരുടെ മക്കൾ രാഷ്ട്രീയമാണ് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പാർട്ടിയെ പരാജയപ്പെടുത്തിയതെന്നുമാണ് രാഹുൽ വിമർശിച്ചത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രധാന നേതാക്കൾ തയ്യാറായില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടും ഇത് തന്നെയാണ്. അതിനിടെ മുതിർന്ന നേതാക്കൾക്കെതിരെ കോൺഗ്രസിൽ അതൃപ്തി ശക്തമായിട്ടുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന നേതാക്കളും രാജിവെക്കണമെന്നാണ് പാർട്ടി പദവികൾ രാജിവെച്ച നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഉടൻ തന്നെ പ്രവർത്തക സമിതി ചേർന്നേക്കുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, ദില്ലി. തിരുവനന്തപുരം സിറ്റിയിൽ പോലീസുകാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങുന്നതിൽ വ്യാപക ആശങ്ക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം 19 പോലീസ് ജില്ലകളിലും നടപ്പിലാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച സ്ഥലമാറ്റ പ്രക്രിയ തിരുവനന്തപുരം സിറ്റിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി. അധ്യയന വർഷം ആരംഭിച്ചതിനാൽ പെട്ടെന്നുണ്ടാകുന്ന സ്ഥലമാറ്റത്തിൽ പോലീസുകാർക്ക് ആശങ്കയുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലെ സിവിൽ പോലീസ് ഓഫീസർ മുതൽ ASI വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റമാണ് ഇന്നിറങ്ങാൻ സാധ്യതയുള്ളത്. സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പോലീസിലെ സ്ഥലമാറ്റം നടക്കാറുള്ളത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം നീട്ടിവെച്ച സ്ഥലമാറ്റ ഉത്തരവിറക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ ദിനേന്ദ്ര കശ്യപ് തീരുമാനിച്ചതാണ് പോലീസുകാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ഥലമാറ്റ ഉത്തരവ് ഇനി അടുത്ത വർഷമേ ഉണ്ടാവൂ എന്ന പ്രതീക്ഷയിൽ മിക്ക ഉദ്യോഗസ്ഥരും മക്കളെ ജോലി സ്ഥലത്തിനടുത്തുള്ള സ്കൂളുകളിൽ ചേർത്ത് കഴിഞ്ഞു. എന്നാൽ സ്ഥലമാറ്റമുണ്ടാകും ഉറപ്പായതോടെ അവരിൽ പലരും ആശങ്കയിലാണ്. 3 വർഷം ഒരേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് മാറേണ്ടി വരിക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനാൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും സിവിൽ പോലീസ് ഓഫീസർ മുതൽ ASI വരെയുള്ളവരുടെ സ്ഥലമാറ്റം നടന്നിരുന്നില്ല. അധ്യയന വർഷം ആരംഭിച്ചതിനാൽ മറ്റ് 18 പോലീസ് ജില്ലകളിലും പതിവ് സ്ഥലമാറ്റം വേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിമാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിനു വിരുദ്ധമായി തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം സ്ഥലമാറ്റം നടത്തുന്നതിൽ പോലീസുകാർക്കിടയിൽ വ്യാപകമായ ആശങ്കയാണ് നിലനിൽക്കുന്നത്. പോലീസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പ് നിലനിൽക്കുമ്പോഴും സ്ഥലംമാറ്റ ഉത്തരവ് നടപ്പിലാക്കുമെന്ന് പോലീസ് കമ്മീഷണർ ഉറച്ച നിലപാടെടുക്കുന്നതിൽ പോലീസുകാർക്കിടയിൽ വ്യാപകമായ അതൃപ്തിയുണ്ട്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. അഭിമന്യു ഓർമ്മയായിട്ട് നാളേക്ക് 1 വർഷം പൂർത്തിയാകുന്നു. പോപ്പുലർ ഫ്രണ്ട് SDPI തീവ്രവാദികൾ അരുംകൊല ചെയ്ത അഭിമന്യുവിന്റെ രക്തസാക്ഷി ദിനാചരണം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആചരിക്കുന്നുണ്ട്. തൊടുപുഴയിൽ നടക്കുന്ന ദിനാചരണം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പോപ്പുലർ ഫ്രണ്ട് SDPI തീവ്രവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയ എറണാകുളം മഹാരാജാസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു ഓർമ്മയായിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ്. വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായ ശക്തമായ നിലപാടുകളായിരുന്നു SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ആക്രമിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. ക്രൂരമായി ആക്രമിക്കപ്പെട്ട അഭിമന്യു ജൂലൈ 2-ന് മരണപ്പെടുകയായിരുന്നു. അഭിമന്യുവിന്റെ 1ാം രക്തസാക്ഷി ദിനാചരണം സംസ്ഥാനത്ത് വിപുലമായാണ് സംഘടിപ്പിക്കുന്നത്. ജന്മദേശമായ വട്ടവട കൊട്ടക്കമ്പൂരിലും മൂന്നാറിലും തൊടുപുഴയിലുമായാണ് ഇടുക്കി ജില്ലയിൽ രക്തസാക്ഷി ദിനാചരണം. കൊട്ടക്കമ്പൂരിലെ ദിനാചരണത്തിൽ അഭിമന്യുവിന്റെ രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി എന്നിവരും സഹോദരങ്ങളായ പരിജിത്ത്, കൌസല്യ തുടങ്ങിയവർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടക്കുന്ന പരിപാടിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, മന്ത്രി MM മണി, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി തുടങ്ങിയവർ പങ്കെടുക്കും. അഭിമന്യുവിന്റെ വിയോഗത്തോടെ കുടുംബത്തെ ഏറ്റെടുത്ത CPIM കുടുംബത്തിന് വീട് വെച്ച് നൽകുകയും സഹോദരിയുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. സഹോദരന് ജോലി നൽകുകയും ചെയ്തിട്ടുണ്ട്. അഭിമന്യുവിന്റെ ജീവിതം ആസ്പദമാക്കി നാൻപെറ്റ മകൻ എന്ന പേരിൽ സിനിമ പുറത്തിറങ്ങിയിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.
പുതിയ കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഐക്യം തകർക്കാനുള്ള ശ്രമം നടക്കുന്നത് തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം ശ്രമത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള ചിലരുടെ ശ്രമങ്ങളെ ചെറുക്കാനാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പണ്ഡിറ്റ് കറുപ്പൻ പ്രതിമ അനാവരണവും ജന്മദിന സമ്മേളനവും കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമതത്തിലതീതമായ മനുഷ്യത്വത്തിലൂന്നിയ അവകാശബോധവുമായി മുന്നോട്ടു പോകാനാകണം. ധീവരസഭയ്ക്ക് അർഹമായ പരിഗണന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ധീവരസഭ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ എംപിമാരായ ഹൈബി ഈഡൻ, ടി.എൻ. പ്രതാപൻ, എസ്. ശർമ്മ എം.എൽ.എ, മേയർ സൗമിനി ജെയിൻ തുടങ്ങിയവരും പങ്കെടുത്തു. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കേരള കോൺഗ്രസ് എമ്മിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ തൊടുപുഴ മുൻസിഫ് കോടതി ഇന്ന് പരിഗണിക്കും. പി. ജെ. ജോസഫ് വിഭാഗം നൽകിയ ഹർജി പരിഗണിച്ച കോടതി ജോസ് കെ മാണിയെ ചെയർമാനാക്കിയ നടപടി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോട്ടയത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കോടതി താൽക്കാലികമായി റദ്ദാക്കിയതെന്ന് ജോസ് കെ മാണി വിഭാഗം എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് കാണിച്ച് ജോസ് കെ മാണിക്കെതിരെ ജോസഫ് വിഭാഗം മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട്. തൊടുപുഴ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഹൈടെക് ആകുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. ജില്ലയിൽ 17 സ്കൂളുകളിലാണ് ഈ അധ്യയന വർഷം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് ഹൈടെക് കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നത്. 5 കോടി രൂപ വീതം ചെലവഴിച്ച് 5 സ്കൂളുകളിലും 3 കോടി രൂപ വീതം ചെലവഴിച്ച് 12 സ്കൂളുകളിലുമാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. 5 കോടി രൂപ ചെലവിൽ കക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞം സ്കൂളുകളുടെ ഭൗതിക സൗകര്യം ഏറെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിച്ചതായി കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SMC പ്രസിഡന്റ് പ്രകാശൻ പറഞ്ഞു. വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഒരു നവോന്മേഷം നൽകുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ LDF ഗവൺമെന്റിന്റെ വളരെ പ്രാപ്തിയോടുകൂടിയുള്ള ഇടപെടലാണ് ഇന്ന് ഈ വിദ്യാലയം ഏറ്റവും പ്രൗഢമായ നിലയിൽ മാറിയതിന്റെ സാക്ഷ്യപത്രമാണ് നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉൾപ്പെടെ. അതോടുകൂടി സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിനകത്ത് വലിയ നിലയിലുള്ള മാറ്റമാണ് നടന്നിട്ടുള്ളത്. ഈ വർഷം ഡിസംബറോടെ തന്നെ ഭൂരിഭാഗം സ്കൂൾ കെട്ടിടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകും. ഈ അധ്യയന വർഷം പൂർത്തിയാകുന്നതോടെ ശേഷിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. സാധാരണക്കാരുടെ കുഞ്ഞുങ്ങളാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നത്. ഈ സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പഠന നിലവാരം ഉയർത്തുകയെന്ന LDF സർക്കാരിന്റെ ലക്ഷ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. നെടുങ്കണ്ടം സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം 10 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് ക്രൈംബ്രാഞ്ച് SP AM സാബു മാത്യു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും SP. വിവരങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, ഈ നെടുങ്കണ്ടം വിഷയത്തിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും എപ്പോൾ സമർപ്പിക്കുമെന്നാണ്, പൂർത്തിയാക്കുമെന്നാണ് SP പറഞ്ഞിരിക്കുന്നത്? പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള രാജ്കുമാർ മരണപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഈ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. പ്രധാനമായും ഈ പ്രതി 12-ാം തീയതിയാണ് പോലീസ് പിടിയിലാവുന്നത്. പിന്നീട് 16-ാം തീയതിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 21-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെതായിട്ടുള്ള ഒരു വീഴ്ച വിവിധയിടങ്ങളിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. 12-ാം തീയതി പിടിയിലായ ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്നുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടതിന് പകരം ഈ പ്രതിയിൽ നിന്ന് തൊണ്ടിമുതൽ, അതായത് നഷ്ടമായിട്ടുള്ള തുക തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് പോലീസ് നടത്തിയത്. ഇതിനിടയിൽ നാട്ടുകാരാണ് പോലീസിന് ഈ വ്യക്തിയെ പിടിച്ചു കൊടുക്കുകയും ചെയ്തത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അക്രമം ഈ പ്രതി നേരിട്ടിരുന്നു. വലിയ രീതിയിലുള്ള മർദ്ദനത്തിന് ഇരയായതായി നെടുങ്കണ്ടം പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ അംഗം കൂടിയായിട്ടുള്ള ആലിസ് തോമസ് നൽകിയിട്ടുള്ള ഒരു ഓഡിയോ റെക്കോർഡിംഗിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിരുന്നു. അത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ രാജ്കുമാറിന് മർദ്ദനമേറ്റിരുന്നു. ഇതിന് പിറകെ പോലീസിന്റെ ഭാഗത്തു നിന്നും മർദ്ദനമേറ്റതായുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കോട്ടയം SP ആയിട്ടുള്ള AM സാബുവിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SP യുടെ പ്രതികരണം ഇപ്രകാരമാണ്. വിശദമായിട്ടുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അന്വേഷണം
അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. 10 ദിവസത്തിനകം തന്നെ അന്വേഷണം പൂർത്തിയാക്കും. തുടർന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ വീടായിട്ടുള്ള വാഗമണ്ണിലെ വീട്ടിലും ഒപ്പം മരണമടഞ്ഞിട്ടുള്ള പീരുമേട് സബ് ജയിലിൽ ഉൾപ്പെടെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലുള്ള ആദ്യഘട്ട പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ന്യൂമോണിയാണ് മരണകാരണം എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം തന്നെ ന്യൂമോണിയ മൂർച്ഛിക്കാനിടയായ ഒരു സാഹചര്യം ഈ വ്യക്തിക്കേറ്റിട്ടുള്ള പരിക്കാണ് എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 14 മുറിവുകളും ഒപ്പം തന്നെ കാലിന്റെ ഭാഗങ്ങളിൽ ഉൾപ്പെടെ 7 ചതവുകൾ ഉൾപ്പെടെ ശരീരഭാഗത്തിൽ ഉണ്ടായിരുന്നു. ഇതായിരിക്കാം ഈ ന്യൂമോണിയ മൂർച്ഛിക്കുന്നതിനും മരണത്തിലേക്ക് എത്തിച്ചത് എന്നുമുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുന്നു. ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴി രേഖ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് ഇനിയുള്ള മണിക്കൂറുകൾ പോകുന്നത്. പ്രത്യേകിച്ചും ഈ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുൾപ്പെടെ മറ്റ് ഏതാനും പേർ അവധിയിലായിരുന്നു. അവർ ഉൾപ്പെടെ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഒപ്പം തന്നെ ചിലർക്ക് സ്ഥലമാറ്റം നൽകിയിട്ടുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ കട്ടപ്പന ഡിവൈഎസ്പിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പങ്കുണ്ടോ, ഇത് കൃത്യമായ രീതിയിലുള്ള കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുന്നതിലുള്ള ഒരു വീഴ്ച ഉൾപ്പെടെ താഴെത്തട്ടിൽ ഉണ്ടായിട്ടുണ്ട്, അത് കട്ടപ്പന ഡിവൈഎസ്പിക്കും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടി വരികയാണ് എങ്കിൽ ഇടുക്കി SP ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും, അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങും എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് SP അന്വേഷണ ചുമതലയുള്ള SP വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും വളരെ നല്ല രീതിയിലാണ്, മികച്ച രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. പ്രിയ.